മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ദൈവം നമുക്ക് നൽകുന്ന ഓരോ പ്രഭാതവും നമുക്കുള്ള അവിടുത്തെ സമ്മാനമാണ്. ഈ പ്രഭാതത്തിൽ ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകരെയും പ്രഭാത വരുന്നതിൻ്റെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന ഈ സ്നേഹം അനുഭവിച്ചറിയുവാനായി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയുടെ പ്രധാന മധ്യസ്ഥയായ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും ഈ ശുശ്രൂഷയിലൂടെ അങ്ങ് ഞങ്ങളിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തൃക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ. ദൈവഹിതം അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ, കർത്താവിൻ്റെ ആലോചനകളോട് ചേർന്ന് ആലോചിക്കുവാൻ, വചനം പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷ പ്രത്യേകമായിട്ട് പഠന മേഖലയിലായിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ ഉദ്യമങ്ങൾ വിജയിക്കുവാനും അവരാഗ്രഹിക്കുന്ന രീതിയിൽ, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പഠിച്ചു മുന്നേറുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ദൈവത്തിൻ്റെ തിരുവചനം നമ്മോട് പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി ക്രമീകരിക്കുന്നു. ഇവരെ ചില കണ്ടീഷൻസ് ഉണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അതുപോലെ അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി ക്രമീകരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് നമുക്കറിയാം, ദൈവം നമ്മളെ സ്നേഹിച്ച്, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് നമ്മളെ അവിടുത്തെ പദ്ധതി അനുസരിച്ച് നമ്മളെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതെല്ലാം അവിടുത്തെ പദ്ധതി അനുസരിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ കടന്നു പോകുന്ന ഓരോ മേഖലകളും ഓരോ അനുഭവങ്ങളും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചുള്ളതാണ്. ഈ ഒരു ബോധ്യമാണ് ദൈവത്തിൻ്റെ തിരുവചനം നമുക്ക് ഇന്ന് പകർന്നു തരുന്നത്. അതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അവിടുന്ന് ക്രമീകരിക്കും. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ, വേദനകളെ, തിരിച്ചടികളെ ഒന്നും നമ്മൾ ഭയപ്പെടേണ്ട. കാരണം എന്തൊക്കെ സംഭവിച്ചാലും നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണ് എങ്കിൽ അതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അവിടുന്ന് ക്രമീകരിക്കും. അതാണ് ദൈവത്തിൻ്റെ ഹിതം. ഇത് മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ പരാജയപ്പെടുമ്പോഴാണ് നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ പോലും നമ്മൾ നിരാശരായിത്തീരുന്നത്. ജീവിതത്തിലൊരു തോൽവി സംഭവിക്കുന്നു, പഠന മേഖലകളിൽ തോൽവി സംഭവിക്കുന്നു, ഒരു പരാജയം അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന മാർക്ക് കിട്ടാതെ വരുന്നു. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ നിരാശരായിത്തീരുന്നത് ഈ ദൈവത്തിൻ്റെ വാഗ്ദാനം നമ്മൾ ഉൾക്കൊള്ളാത്തതുകൊണ്ടാണ്. എന്തൊക്കെ സംഭവിച്ചാലും അതിൽ നിന്നെല്ലാം നമ്മളെ കരകയറ്റി എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം ക്രമീകരിച്ചു കൊള്ളും. ആ ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, മുന്തിരിക്കുലകൾ ഞെക്കിപ്പിഴിയാതെ വീഞ്ഞ് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുകയില്ല.
നമുക്കറിയാം മുന്തിരിക്കുലകൾ കണ്ടാൽ നമുക്കറിയാം വളരെ മനോഹരമാണ് പഴുത്ത് കിടക്കുന്ന മുന്തിരിക്കുലകൾ. പക്ഷേ അത് അങ്ങനെ ഇരുന്നാൽ അതിൽ നിന്ന് വീഞ്ഞ് കിട്ടുകയില്ല. അത് യന്ത്രത്തിനകത്തിട്ട് ഞെക്കി പിഴിഞ്ഞ് മറ്റു രൂപമാറ്റം വരുത്തി അതിൽ നിന്ന് വീഞ്ഞെടുക്കണം നമ്മൾ. അപ്പോൾ തന്നെ മനോഹരമായ പുഷ്പങ്ങൾ അങ്ങനെ തന്നെ നിന്നാൽ അതിൽ നിന്ന് പെർഫ്യൂം നമുക്ക് കിട്ടുകയില്ല. അതിൻ്റെ രീതിയിൽ ക്രമീകരിച്ച് പ്രോസസ്സ് ചെയ്ത് ഞെക്കിപ്പിഴിഞ്ഞെടുത്താൽ മാത്രമേ അതിൽ നിന്ന് നമുക്ക് പെർഫ്യൂം കിട്ടുകയുള്ളൂ. അത് മറ്റൊരു രീതിയിലേക്ക് കടന്നു പോകണം. അവിടെ സഹനങ്ങളുണ്ട്, ചതച്ചരയ്ക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ടാവും. അപ്പോൾ അതിലൂടെയൊക്കെ നമ്മൾ രൂപാന്തരീകരണം സംഭവിക്കുകയുള്ളൂ. കൂടുതൽ മെച്ചപ്പെട്ടത്, മറ്റുള്ളവർക്ക് കൂടുതൽ ഉപകാരപ്രദമായ രീതിയിലുള്ളത് ആയിത്തീരുകയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ പറയുന്നുണ്ട്. ഇതിലൂടെയൊക്കെ കടന്നു പോയാലും നമ്മൾ തീർത്തും താഴ്ന്നു പോകുവാനായിട്ട് ആർക്കും വേണ്ടാത്തവനായിട്ടോ ആർക്കും വേണ്ടാത്തവളായിട്ടോ തീരുകയില്ല. മറ്റൊരു രീതിയിൽ നമുക്ക് നമ്മളെ എല്ലാ രീതിയിലും ഉയർത്തും, മറ്റുള്ളവരെ അംഗീകരിക്കപ്പെടുന്ന വ്യക്തികളാക്കി നമ്മളെ മാറ്റും. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. അതുകൊണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സമ്മർദ്ദങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ നിരാശരാകരുത്, വീണു പോകരുത്. വീണു പോയാൽ തന്നെ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ വീണാലും തകർന്നു പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വീണ്ടും എഴുന്നേൽക്കുവാൻ നമുക്ക് സാധിക്കണം. കാരണം ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മളിലെ നല്ലതിനെ പുറത്തുകൊണ്ട് അവിടെ ശുദ്ധീകരണമാണ് നടക്കുന്നത്. ഈ സഹനങ്ങളിലൂടെ, ഈ ഞെക്കിപ്പിഴിയിലൂടെ, ഈ അരച്ച് കലക്കലിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതിൽ നമ്മളിലുള്ള നന്മയെ, നല്ലതിനെ, ഏറ്റവും മെച്ചമായതിനെ അത് പുറത്തു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി തമ്പുരാൻ ഒരുക്കുന്ന അവസരങ്ങളാണ് ഇതൊക്കെ. എങ്ങും തൊടാതെ ഒരു പുറലും ഏൽക്കാതെ എല്ലാം തേച്ചു മിനുക്കി നടക്കുന്നവരാണ് എങ്കിൽ പലപ്പോഴും നമ്മളിലുള്ള നല്ല സൃഷ്ടിപരമായ പല കാര്യങ്ങളും പുറത്തു വരാതിരിക്കും, പുറത്തു കൊണ്ടുവരാൻ സാധിക്കാതെ വരും. അതിന് നാം ദൈവത്തോട് സഹകരിക്കുന്നില്ല എങ്കിൽ, ആ ഒരു നവീകരണ പ്രക്രിയയ്ക്ക് നമ്മൾ സഹകരിക്കുന്നില്ല എങ്കിൽ, ദൈവത്തോട് സഹകരിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള സാധിക്കാതെ വരും. നമ്മളുടെ നന്മ പുറത്തു കൊണ്ടുവരുവാനുള്ള സാധിക്കാതെ വരും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഈ വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും അത് നന്മയ്ക്കായിട്ട് തമ്പുരാൻ ക്രമീകരിക്കുന്നുവെന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ സ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ധാരാളമുള്ളവരാണ് നമ്മൾ. അതുപോലെ തന്നെ വ്യക്തിപരമായ ബന്ധങ്ങളിലുള്ള വീഴ്ചകൾ, വിള്ളലുകൾ, ഒത്തിരി അനുഭവങ്ങൾ, രോഗാവസ്ഥകൾ, അങ്ങനെയുള്ള ഒത്തിരി വേദനാജനകമായ നമ്മുടെ പ്രതീക്ഷയ്ക്ക് ഘടകവിരുദ്ധമായിട്ട് സംഭവിക്കുന്ന ഒത്തിരി കാര്യങ്ങളിലൂടെ നമ്മൾ ചില ദിവസങ്ങളിൽ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് എനിക്കിത് സംഭവിക്കുന്നു? എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നത്? ഞാൻ ദൈവത്തെ ഇത്രയധികം സ്നേഹിച്ചിട്ടും എൻ്റെ ജീവിതത്തിലേക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും കടന്നു വരുന്നുവെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്. ഇത്തരം സംശയങ്ങൾക്കുള്ള വ്യക്തമായ ഉത്തരമാണ് സ്ലീഹ തരുന്നത്. അതെല്ലാം ആത്യന്തികമായി നമുക്ക് നന്മ പ്രദാനം ചെയ്യുവാൻ ദൈവം ഒരുക്കുന്നതാണ്. ഭയപ്പെടാതിരിക്കുക, തിന്മയ്ക്ക് അടിമപ്പെടാതിരിക്കുക, ഭയത്തിന് അടിമപ്പെടാതിരിക്കുക, പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കുക. ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ, ഓരോ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിൻ്റെ കരങ്ങളിൽ കൂടുതൽ മുറുകെ പിടിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ആ കൈ വിട്ടിട്ട് ഓടുവാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ട്, നമ്മളിലുള്ള നല്ലതിനെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവത്തോട് അങ്ങനെ ആ രീതിയിൽ നമുക്ക് സഹകരിക്കുവാനായിട്ട് സാധിക്കണം. നമുക്കറിയാം, പലപ്പോഴും തിളച്ച വെള്ളത്തിൽ നമ്മൾ ഉരുളക്കിഴങ്ങുകളിട്ട് പുഴുങ്ങിയെടുക്കാറുണ്ട്. ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് അത് പുഴുങ്ങിയെടുത്ത് ആ ചൂടും അത് പുഴുങ്ങി കഴിയുമ്പോഴാണ് അത് ഭക്ഷിക്കുവാൻ യോഗ്യമായ മൃദുവായ വസ്തുവായി തീരുന്നത്. നമുക്കറിയാം, ആ ചൂട് കേൾക്കുവാനുള്ള ഭയത്തിൽ നമ്മളത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എക്കാലവും അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ഉരുളക്കിഴങ്ങ് ചൂടിൻ്റെ ശക്തി കൊണ്ട് കൂടുതൽ കടുപ്പമുള്ളതായി തീരാതെ കൂടുതൽ മാർദ്ദവുമുള്ളതായി തീരുക, മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി, മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായി തീരുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പലപ്പോഴും നമ്മൾ ചൂടുവെള്ളത്തിൽ കിടന്ന്, പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാകുന്ന ചൂടുവെള്ളത്തിൽ കിടന്ന് തിളച്ചു മറിയേണ്ട ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെ അവിടെ നിന്ന് ചാടി രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഇതിൻ്റെ അവസാനം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഞാൻ പാകപ്പെടുകയാണ്, അല്ലെങ്കിൽ ദൈവം എന്നെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക്, ആ ഒരു ചിന്തയിലേക്ക് നമുക്ക് വരുവാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ നമുക്കെല്ലാം ഇഷ്ടമുള്ളതാണ് മുട്ട. അത് വളരെ മൃദുവായ ആ മുട്ട ചൂടുവെള്ളത്തിലിട്ട്
ചൂടാക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ തിളപ്പിച്ച് കഴിയുമ്പോഴാണ് അത് ഉറച്ച് മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ കൂടുതൽ രുചികരമായിട്ട് തീരുന്നത്. നമുക്കറിയാം, പച്ചമുട്ടയേക്കാൾ എല്ലാവർക്കും ഇഷ്ടം പുഴുങ്ങിയ മുട്ടയാണ്. അപ്പോൾ ആ ഏറ്റവും മൃദുവായ ആ സാധനം ചൂടുവെള്ളത്തിലിട്ട് കഴിയുമ്പോൾ കൂടുതൽ കട്ടിയാവുകയും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീരുകയും ചെയ്യും. അത് രൂപമാറ്റം സംഭവിക്കുകയാണ് അവിടെ. അതിൽ ആ മുട്ടയ്ക്കും ആ രൂപമാറ്റം സംഭവിക്കണമെങ്കിൽ അത് ആ തിളച്ച വെള്ളത്തിൽ കിടന്ന് അനേക സമയം ഉരുകേണ്ടതായിട്ട് അല്ലെങ്കിൽ ആ ചൂട് സഹിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കേണ്ടത് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആർക്കും വേണ്ടാത്ത രീതിയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്കല്ല നമ്മൾ പോകുന്നത്. അത് കൂടുതൽ മറ്റുള്ളവർക്കും ദൈവത്തിന് ഉപകാരപ്രദമായ രീതിയിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചിന്ത നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളോടൊക്കെ സൃഷ്ടിപരമായിട്ട് പ്രതികരിക്കുവാൻ നമുക്ക് സാധിക്കും. ഈ ഒരു ബോധ്യം നമുക്കില്ലാത്തപ്പോഴാണ് നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മൾ ദൈവത്തെ വെല്ലുവിളിക്കുന്നത്, മറ്റുള്ളവരുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുന്നത്. നമ്മുടെയൊക്കെ പ്രത്യേകമായ സ്വഭാവമാണ്, ഞാൻ ഇത്രയും കാലവും ദൈവത്തെ വിളിച്ചിട്ട് എന്തുകൊണ്ട് എനിക്കൊരു നന്മയും വരുന്നില്ല. അതേസമയം ദൈവത്തെ അറിയാതെ പള്ളിയിൽ പോകാതെ അല്ലെങ്കിൽ പ്രാർത്ഥന ചെല്ലാതെ തോന്നിവാസം നടക്കുന്നവർക്ക് എല്ലാ സമ്പത്തും സൗഭാഗ്യങ്ങളും ഉണ്ട് എന്നൊക്കെ നമ്മൾ താരതമ്യ പഠനം നടത്തുന്ന പലപ്പോഴും നമ്മൾ ചെയ്യാറുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ദുഃഖദുരിതങ്ങളിലൂടെ അല്ലെങ്കിൽ വേദനകളിലൂടെ ഈ ചൂടിലൂടെ അഗ്നിയിലൂടെ ദൈവത്തിനെ നടത്തുന്നുണ്ട് എങ്കിൽ എന്നിലെ നന്മ, ആത്യന്തികമായി നിലനിൽക്കുന്ന എന്നിലെ നന്മ പുറത്തെടുക്കുവാനായിട്ട് കർത്താവ് ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഒരുക്കുകയാണ് എന്നുള്ള ആ ബോധ്യം, ആ വിശ്വാസ ഉറപ്പ് നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ ആരോഗ്യകരമായ, സൃഷ്ടിപരമായ, ഉപകാരപ്രദമായ ക്രൈസ്തവ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. എവിടെയും പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും കുത്തൊഴുക്കാണ്. നമുക്കറിയാം, ഭയത്തിൻ്റെ നിഴലിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങൾ, അതിനോടനുബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ അസ്വസ്ഥരായി തീരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ പല കാര്യങ്ങളും പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവയൊക്കെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ, ഇവിടെയൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും തമ്പുരാൻ എന്നെ കാത്തുകൊള്ളുന്നില്ല ഉറപ്പ് നമുക്കില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ ഇവിടെയൊക്കെ പതറിപ്പോവും. എന്തു ചെയ്യണമെന്നറിയാതെ നമ്മൾ പതറി വീണുപോകും. ഈ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. കാരണം നമുക്ക് ഉറപ്പുള്ള ഒരു കരം നമ്മുടെ കൂടെ ഉണ്ട്, തമ്പുരാൻ്റെ കരം നമ്മുടെ കൂടെ ഉണ്ട്. ആ കരത്തിൽ മുറുകെ പിടിക്കുവാനായിട്ട്, അവിടത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ നമുക്കറിയാം, വറുത്ത കാപ്പക്കുരു അത് പൊടിച്ച് അത് ആ രീതിയിൽ അത് രൂപപരിണാമം വന്നു കഴിയുമ്പോൾ അത് ഏറ്റവും രുചികരമായൊരു പാനീയമായിട്ട് തീരുന്നത്. അത് ആ കാപ്പിയിൽ നിന്നതുപോലെ അല്ലെങ്കിൽ പറിച്ചുണങ്ങി വെച്ച ചാക്കിനകത്ത് കെട്ടിവെച്ചതുപോലെ അത് ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ആർക്കും ഒരു ഉപകാരപ്പെടുകയില്ല, അല്ലെങ്കിൽ അതിന് രുചികരമായ ഒരു വസ്തുവായിട്ട് മാറുവാനായിട്ട് സാധിക്കുകയില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതമായിട്ട് ഒത്തിരി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. ഒത്തിരി ഈ രീതിയിലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നടക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഈ ബോധ്യമുണ്ടാകും. ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, ഈ വറുത്തുപൊടിക്കലിലൂടെയും ഈ പുഴങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതെല്ലാം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീരുവാൻ, കൂടുതൽ മെച്ചപ്പെട്ട വ്യക്തികളായി തീരുവാനായിട്ട് ദൈവം നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ ലോകം അംഗീകരിക്കും. ലോകത്തിന് മുമ്പിൽ നമ്മൾ അംഗീകരിക്കപ്പെടുവാൻ വേണ്ടി ദൈവം നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ പറയാൻ, നമ്മളെ അടിമപ്പെടുത്തുന്ന, നമ്മളെ ഭയപ്പെടുന്ന പല സംഭവങ്ങളും എൻ്റെ സർവനാശത്തിന് വേണ്ടി സംഭവിക്കുന്നതാണെന്നൊക്കെ നമ്മൾ നിരാശപ്പെട്ട് പറയാറുണ്ട്. ഇതിപ്പോൾ എന്ത് സംഭവിച്ചാലും ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് കൂടുതൽ മെച്ചപ്പെട്ടവരായി തീരുവാൻ നമുക്ക് സാധിക്കണം. ഇത് നമുക്ക് ആദ്യമായിട്ട് വേണ്ട ദൈവവിശ്വാസമാണ്, കർത്താവിലുള്ള വിശ്വാസമാണ്. ഏത് സാഹചര്യങ്ങളും. അതുകൊണ്ടാണ് ശ്ലീഹ പറയുന്നത്, ദൈവം എല്ലാം നന്മയ്ക്ക് വേണ്ടി ക്രമീകരിക്കുന്നു. അവിടുത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്ക് വേണ്ടി ഇവിടുന്ന് ക്രമീകരിക്കുന്നു. ഈ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് വളർന്നു വരുവാൻ പ്രത്യേകമായിട്ട് ശ്രമിക്കാം. പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ തൃത്വ ദൈവമേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതം ഒത്തിരി പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും കടന്നു പോകുമ്പോൾ ആ ത്രിത്വത്തിൻ്റെ കൂട്ടായ്മയിലെ ആ സ്നേഹത്തിൻ്റെ ആ ഉറപ്പ് ഞങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കണമേ. എല്ലാ മേഖലകളിലും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, ആ സ്നേഹം പങ്കുവയ്ക്കുവാനായിട്ട്, പരസ്പരം താങ്ങാകുവാൻ, തണലാകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തണമേ. ജീവിതത്തിലെ
സുപ്രധാനമായ നിമിഷങ്ങളിലെല്ലാം ഇതാ കർത്താവിൻ്റെ ദാസ് നിൻ്റെ ഇഷ്ടം പോലെ ഇനി സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം ദൈവഹിതത്തിന് വിട്ടുകൊടുത്ത ആ അമ്മയുടെ മനോഭാവം, ആ മനോഭാവം, അമ്മ ഞങ്ങൾക്ക് കാണിച്ചെന്ന ആ മനോഭാവം ഞങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കും. ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ യേശുവേ പിതാവേ, ഞങ്ങൾ ഓരോരുത്തരെയും എന്തു ചെയ്താലും എങ്ങനെ ചെയ്താലും അതെല്ലാം ദൈവഹിതം അറിഞ്ഞ് മാത്രം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്ത പരിശുദ്ധ യേശുവേ പിതാവേ, ഞങ്ങളെ അങ്ങയുടെ ആ ജീവിത മാതൃക ജീവിതത്തിൽ പിന്തുടരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല മലഹാമാരെയും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ഉപയോഗിച്ച് പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കാവൽ മലഹാമാരെ ഈ പ്രതിസന്ധികളുടെ വഴികളിലൂടെയൊക്കെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഒരിടത്തും അടിപതറാതെ ചഞ്ചലചിത്തരാകാതെ മുമ്പോട്ട് പോകുവാനുള്ള കൃപയ്ക്കായി ഞങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങളെ കൈപിടിച്ച് നയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ. സത്ക്രാരി തന്നിൽ നിത്യം വാഴുന്ന സത്യസ്നേഹസ്വരൂപനേ, സത്ക്രാരി തന്നിൽ നിത്യം വാഴുന്ന സത്യസ്നേഹസ്വരൂപനേ, മിത്രമായെൻ്റെ ഹൃത്താരിൽ വന്നു വാഴുവാൻ കൃപയാകണേ, വാഴുവാൻ കൃപയാകണേ. സത്ക്രാരി തന്നിൽ നിത്യം വാഴുന്ന സത്യസ്നേഹസ്വരൂപനേ.
സഭയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. മാർപ്പാപ്പായോടും കർദിനാളന്മാരോടും മെത്രാപ്പോലിത്തമാരോടും മെത്രാന്മാരോടും സന്യാസി കൂട്ടായ്മയോടും ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലികളോടും ചേർന്നുകൊണ്ട് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം ഞാൻ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മരിയൻ കൂടാരങ്ങളിലിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഓർക്കാം. അവരുടെ പ്രാർത്ഥനാ ശുശ്രൂഷയിലൂടെ നമ്മളെ ഓരോ നിമിഷവും അവർ ശക്തിപ്പെടുത്തുകയാണ്. നമുക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സമയമുള്ളവരെല്ലാം ദിവസവും ഒരു ജപമാലയെങ്കിലും ചൊല്ലി അവരുടെ ആ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ അവരോട് ചേരുവാനും അവരെ ശക്തിപ്പെടുത്തുവാനും പ്രത്യേകമായി ശ്രദ്ധിക്കുമല്ലോ. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.